ഓൾറെഡി സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇങ്ങനെ വീണ്ടും വീണ്ടും പലതരത്തിൽ ആലോചിച്ച് ഇങ്ങനെ ഒരു ലൂപ്പിൽ കയറി പോകുന്ന സ്വഭാവം ഉണ്ടോ? ഒരിക്കലും സംഭവിക്കാൻ പോലും സാധ്യതയില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് കൂട്ടി അത് സംഭവിച്ചതായി വിചാരിച്ച് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദിസ് ഇസ് ഓൾ അബൌട്ട് ഓവർ തിങ്കിങ്. തിങ്കിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, മനുഷ്യർക്ക് ഉള്ള കപ്പാസിറ്റീസിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാര്യങ്ങളെ മുൻകൂട്ടി കാണാനും ചിന്തിക്കാനും ലോജിക്കലി പ്രോസസ്സ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ്. അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്നത് ബുദ്ധിയുള്ളതിൻ്റെ ലക്ഷണമാണ്. പല അപകടങ്ങളും നമ്മൾ മുൻകൂട്ടി അറിയുന്നത് നമ്മളിങ്ങനെ പലതും കാൽക്കുലേറ്റ് ചെയ്ത് ചിന്തിച്ചെടുക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മുടെ ബ്രെയിനിനൊരു കുഴപ്പമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കക്ഷിക്ക് നന്നായിട്ട് ചിന്തിക്കാൻ അറിയാം, പക്ഷേ ഒരുപാട് ചിന്തിച്ച് സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളും കൂടി ചിന്തിച്ചെടുത്ത് അത് സംഭവിച്ചേക്കും എന്ന് തോന്നിപ്പിച്ച് നമ്മളെ ആങ്ഷ്യസ് ആക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മളെ സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ ചെയ്യുന്ന പരിപാടിയാണ്. എല്ലാ പോസിബിലിറ്റീസും ചിന്തിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും സേഫ് ആയിരിക്കുമല്ലോ എന്നുള്ളതാണ് കക്ഷിയുടെ വിചാരം. ഓക്കെ, ഇപ്പം നമ്മൾ നാളെ ഒരിടത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോഴേ നമ്മുടെ ബ്രെയിൻ അതിനപ്പുറത്ത് പ്ലാൻ ചെയ്ത് തുടങ്ങും. ഓക്കെ, നാളെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഇടി വെട്ടിയാൽ എന്ത് ചെയ്യും, പാമ്പ് വന്നാൽ എന്ത് ചെയ്യും, മഴ പെയ്താൽ എന്ത് ചെയ്യും, വണ്ടി ഇടിച്ചാൽ എന്ത് ചെയ്യും തുടങ്ങിയിട്ട് സകലമായ പോസിബിലിറ്റീസും ആലോചിച്ച് വെക്കുക എന്നുള്ളത് പൊതുവേ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ടെൻഡൻസിയാണ്. പ്രശ്നം എവിടെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിങ്ക് ചെയ്യുന്നതിലല്ല പ്രശ്നം. നമ്മൾ ഈ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും സംഭവിച്ചേക്കും എന്നുള്ള മട്ടിൽ നമ്മൾ ആങ്ഷ്യസ് ആയി തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഈ റാൻഡമായിട്ട് വന്നു പോകുന്ന മൈൻഡ് വോയിസസിനെ നമ്മൾ വിശ്വസിക്കുന്ന, അതിൽ നമുക്ക് ആങ്സൈറ്റി ട്രിഗർ ആവുന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഈ തിങ്കിങ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് എന്നുള്ളൊരു ടാഗിലേക്ക് വരുന്നത്. സത്യം പറയുമ്പോൾ നമ്മൾ പൊതുവേ ഇങ്ങനെ പറയാറുണ്ട്, ഓവർ തിങ്കിങ് എന്നൊന്നും പറഞ്ഞിട്ട് അതിനെങ്ങനെ കുറച്ച് കാണേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എല്ലാ പോസിബിലിറ്റീസും ചിന്തിച്ച് വെക്കുന്നത് ബുദ്ധിയുള്ളതിൻ്റെ ലക്ഷണമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെയാണ് ഇത് വളരെ ക്രൂഷ്യൽ ആവുന്നത്. തിങ്ക് ചെയ്യുന്നത് നല്ല ബുദ്ധിയുടെ ലക്ഷണമാണ്. അതിപ്പോൾ കുറച്ചങ്ങോട്ട് കടന്ന് ചിന്തിച്ചാലും കുഴപ്പമില്ല. നമ്മളെല്ലാ പോസിബിലിറ്റീസും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ കഴിവുള്ള മനുഷ്യരാണ്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഇത് കുറച്ചും കൂടെ കൂടുതലാണ്. അതിന് നേച്ചറായിട്ട് തരുന്ന ഒരു റീസണും കൂടി ഉണ്ട്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റി, നർച്ചറിങ് റോള് നേച്ചർ കൂടുതലും തന്നിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ അടുത്തൊരു ജനറേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ത്രെട്ടുകളെക്കുറിച്ചും ആലോചിച്ച് വെക്കാൻ കപ്പാസിറ്റി ഉണ്ടാവണം. അതുകൊണ്ടാണ് സ്ത്രീകൾ കമ്പാരിറ്റീവ്ലി പുരുഷന്മാരെ കഴിഞ്ഞും കുറച്ചും കൂടെ അധികമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നത് എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. വാട്ട് എവർ, മനുഷ്യരൊക്കെ ഒരു പോയിന്റിൽ ഇതുപോലെ കുറച്ച് കടന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷേ രസം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്നതിൻ്റെ 80% കാര്യങ്ങൾ പോലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ലൂപ്പിൽ നിന്ന് പുറത്ത് വരിക? അതിനാദ്യം വേണ്ടത് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു അവെയർനെസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നത് എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, മിസ്റ്റേക്സ് ഉണ്ടായേക്കുമോ എന്നുള്ള പേടി കൊണ്ട്, നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം തെറ്റിപ്പോവോ, നമ്മുടെ ഒരു പ്ലാൻ പൊളിഞ്ഞു പോകുമോ എന്നുള്ള പേടി കൊണ്ട്. പിന്നെ പൊതുവേ നമ്മുടെ ബ്രെയിനിന് കാര്യങ്ങളുടെ മേലെ നമുക്കൊരു കൺട്രോൾ വേണം എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ നമ്മുടെ കൺട്രോളിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നത് അതുകൊണ്ടാണ്. കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സർവൈവലിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, നമ്മൾ സേഫാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ ഉണ്ട് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നത്. പിന്നെ കുറേ ഇമോഷണൽ വൂൺസ് ഉണ്ടെന്ന് വിചാരിക്കും. നമുക്ക് കുറേ മോശം എക്സ്പീരിയൻസുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഡിസിഷൻസ് എടുത്ത് തെറ്റിപ്പോയിട്ടോ, അല്ലെങ്കിൽ ഡീപ്പറായിട്ടുള്ള അഡ്രസ്സ് ചെയ്യാത്ത കുറേ ഇമോഷണൽ വൂൺസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓവർ തിങ്കിങ് ഹാബിറ്റ് ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം ഫ്യൂച്ചറിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ കാര്യമായിട്ട് ഓവർ തിങ്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇമോഷണലി സേഫായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഓക്കെ ഞാൻ സേഫാണ് എന്നുള്ളത് നമ്മുടെ ബോഡിക്ക്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനും ഒക്കെ ഫീൽ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടല്ലോ. അങ്ങനെയല്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പോലെ ഇമോഷണൽ സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഓവർ തിങ്കേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് സെൽഫ് ചെക്ക് ചെയ്യുക? അതിനുള്ള കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. കഴിഞ്ഞു പോയ കാര്യങ്ങളെ വെറുതെ ഇങ്ങനെ തലയിലിട്ട് റീപ്ലേ ചെയ്തിട്ട് പല തരത്തിൽ വീണ്ടും അതിനെ ആലോചിച്ച് വേറെ പല ഔട്ട്കമ്മുകളും ഉണ്ടാകാമായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന സ്വഭാവം ഉണ്ടോ? കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ, വാട്ട് ഇഫ് ഇങ്ങനെ സംഭവിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ എന്നുള്ള ഡയലോഗ് സ്ഥിരമായിട്ട് തലയിൽ ഇങ്ങനെ പോപ്പ് ചെയ്ത് വരുന്നൊരു സാധനമാണോ? അത് പലതരം സാധ്യതകൾ, അങ്ങനെയാണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ എന്ന് ചിന്തിക്കുന്ന സ്വഭാവം ഉണ്ടോ? അത് ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു ചെറിയ ലക്ഷണമാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക. അതായത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് എന്ത് കഴിക്കണം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി പോലും നമ്മൾ കുറേ സമയം ഡിസിഷൻ എടുക്കാൻ പറ്റാതെ
സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഈ ചിന്തകൾ ഇങ്ങനെ ക്ലട്ടേർഡായിട്ടേ നമുക്ക് അത് ഉറക്കത്തിന് വരെ എഫക്റ്റ് ചെയ്യുന്നു. നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് പ്രസൻറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾ വേറെ എവിടെയോ ആയിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്യുന്നു. നമ്മളെപ്പോഴും ആ ഒരു തോട്ട്സിൻ്റെ ലൂപ്പിലാണ്. പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യുന്നില്ല എങ്കിൽ പോലും നമുക്ക് മെൻ്റലി ഭയങ്കര ടയേർഡായിട്ട് ഓവർവെൽംഡായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓവർ തിങ്കിങ് നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ ചെറിയ ലക്ഷണങ്ങളാണ്. പിന്നെ ഈ പറയുന്നതൊക്കെയും ഇതൊക്കെ ആപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും വെച്ചിട്ട് ഓക്കെ ഞാനൊരു ഓവർ തിങ്കർ ആണെന്നുള്ളത് നിങ്ങൾ അങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. പക്ഷേ ദീസ് ആർ ദ കോമൺ സൈൻ. അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ഒരു സ്ഥിരം പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന കൂട്ടത്തിലാവാനുള്ള സാധ്യതയുണ്ട്. ഒരു ഓവർ തിങ്കിങ് ബിഹേവിയർ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്യുക? ഒന്നാമത്തെ കാര്യം, നമ്മുടെ പാറ്റേൺ എന്താണെന്നുള്ളത് നമ്മളതിനെക്കുറിച്ച് അവെയർ ആവുക എന്നുള്ളതാണ്. എന്താണ് എൻ്റെ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ പാറ്റേൺ? ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഞാൻ ആ ഒരു ലൂപ്പിലേക്ക് കയറാറുള്ളത്? ഞാൻ എങ്ങനെയാണ് അതിനകത്ത് ആ തോട്ട്സ് ഡെവലപ്പ് ചെയ്ത് ഞാൻ എങ്ങനെയാണ് അതിനകത്ത് ആയിരിക്കാറുള്ളത് എന്നുള്ളത് നമ്മുടെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേൺ പിടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം മൈൻഡ് വേറെ എവിടെയോ പോയല്ലോ, നമ്മൾ വേറൊരു കാര്യത്തിൻ്റെ ലൂപ്പിൽ കയറി കറങ്ങുകയാണല്ലോ. പ്രസൻറ്റിലേക്ക് നമ്മുടെ ബോഡീനെ കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട അടുത്തൊരു കാര്യം. അതായത് എന്താണ് ഇപ്പം എൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അതെങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളെ ഒബ്സർവ് ചെയ്യാം. നമ്മളിരിക്കുന്ന സ്ഥലത്തെ അവസ്ഥ എന്താണ്, ഇവിടെ ഇപ്പോൾ ചൂടാണോ തണുപ്പാണോ, അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ ഇപ്പോൾ എന്താ സെൻസേഷൻ ഫീൽ ചെയ്യുന്നത്, എനിക്ക് ചൂടാണോ ഫീൽ ചെയ്യുന്നത്, തണുപ്പാണോ ഫീൽ ചെയ്യുന്നത്, ഹാർട്ട് എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നത്. സോ നമ്മളിലേക്ക്, നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ തോട്ടിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഈ വറി ടൈം സെറ്റ് ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ തിങ്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കുക. നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ ഇരുന്ന് വലിയ കാര്യമായിട്ടൊരു ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും പിന്നെങ്ങാണ്ട് നടക്കാണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഫോൺ വിളിച്ച് ഒരു കൺസേണിനെ കുറിച്ച് പറഞ്ഞു. ഇത് സത്യത്തിൽ നമ്മുടെ ജോബുമായിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ നമ്മൾ അപ്പോൾ തൊട്ട് ഇതിനെക്കുറിച്ച് ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങും. നമുക്ക് നമ്മുടെ ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സമയത്തും നമുക്ക് നമ്മുടെ ബ്രെയിനിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യം, ഹലോ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. നമുക്ക് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് സമയം ഇരുന്ന് നമുക്കിത് ആലോചിക്കാം, അത് പ്രോസസ്സ് ചെയ്യാം. അതായത് ഞാനിത് നോട്ടീസ് ചെയ്തു എന്നുള്ളതും ഇത് നമുക്ക് അഡ്രസ്സ് ചെയ്യാം എന്നുള്ള ആ ഒരു റീഅഷുറൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇതെനിക്ക് മനസ്സിലായി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നുള്ളത്, ഐ വിൽ അഡ്രസ് ഇറ്റ്. പക്ഷേ ഇപ്പം അല്ല, ഇപ്പം ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ എന്നുള്ള മട്ടിൽ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊക്കെ ഫീൽ ചെയ്യും, പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വറി ടൈം സെറ്റ് ചെയ്യുക. എനിക്ക് ആലോചിച്ച് കൂട്ടാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 20 മിനിറ്റ്സ് വൈകിട്ട് ഇരുന്നിട്ട് ഇതൊക്കെ ഞാൻ ആലോചിച്ച് സോർട്ട് ചെയ്യാം. അതിനപ്പുറത്തും ഇല്ല അതിനിപ്പുറത്തും ഇല്ല എന്നുള്ള മട്ടിൽ നമുക്ക് വറി ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഓവർ തിങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യാനുള്ള വേറൊരു രീതിയാണ് നമ്മുടെ ഈ തോട്ട്സിനെ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത്. അതായത് ഒരു ബന്ധമില്ലാത്തൊരു ചിന്തയുമായിട്ട് നമ്മുടെ ബ്രെയിൻ വരുന്ന സമയത്ത് തിരിച്ചങ്ങോട്ടേ ക്വസ്റ്റ്യൻ ചെയ്യുക, ഇത് നടക്കാനുള്ള എന്ത് പോസിബിലിറ്റിയാണ് ഉള്ളത്. അപ്പോൾ ബ്രെയിൻ പറയുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത പറയുമായിരിക്കും, അല്ല എങ്ങാനും ഇനി അങ്ങനെ നടന്നാലോ, അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എത്രത്തോളം കാര്യമാണ് നമ്മുടെ കൺട്രോളിലുള്ളത്. നമ്മുടെ കൺട്രോളിലുള്ള കാര്യത്തിലല്ലേ നമുക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് എൻ്റെ കൺട്രോളിലുള്ളത്, എന്താണ് ഞാൻ കംപ്ലീറ്റ്ലി സറണ്ടർ ആവേണ്ട ചില കാര്യങ്ങൾ. ചിലത് അങ്ങനെ നടക്കുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ചിന്തിച്ച് കൂട്ടിയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ഓൾവേസ് ഈ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കുകയും മണ്ടൻ ചിന്തകളൊക്കെ പെറുക്കിക്കൊണ്ട് വരുന്ന സമയത്ത് തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഈ ഓവർ തിങ്കിങ് ബിഹേവിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാബിറ്റ് ആക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ തിരിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക, എന്താണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. നമ്മുടെ കൺട്രോളിലുള്ള കാര്യം എന്താ, ഇത് നടക്കാനുള്ളൊരു പോസിബിലിറ്റി സത്യത്തിൽ എന്താ, എന്നെ സേഫ് ആക്കി വെക്കാൻ വേണ്ടി നീ വെറുതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ നമ്മുടെ ബ്രെയിനിനോട് നമുക്ക് തിരിച്ച് ചോദിക്കാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഇത്രയും നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, അത് ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ഫോമിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും അവനവനോട് റീഅഷ്വർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, എന്ത് വന്നാലും ഞാൻ ഫേസ് ചെയ്യും, എനിക്കത് ഫേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, ഇനിയിപ്പോൾ അത്രയും വലിയ പ്രശ്നമാണ് വരാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ലെറ്റ് ഇറ്റ് കം, അത് അന്നേരം നമുക്ക് നോക്കാം എന്നുള്ള തരത്തിലുള്ള ചില ആറ്റിറ്റ്യൂഡുകളുണ്ടല്ലോ, ചില തോട്ട്സിലുള്ള റീഫ്രെയിമിങ്ങുകൾ നമുക്ക് ഭയങ്കര ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ സിറ്റുവേഷനൊന്നും നമ്മുടെ കൺട്രോളിലല്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും അല്ലാത്തത് സംഭവിച്ചു കഴിഞ്ഞാൽ
നമുക്ക് അന്നേരം മാനേജ് ചെയ്യാം എന്ന് പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഓവർ തിങ്കിങ് നേച്ചർ എന്ന് പറയുന്നത് ഇത് നമ്മുടെ എനിമിയൊന്നും അല്ല. ആക്ച്വലി ഈ ഓവർ തിങ്കിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുകയാണ്. ഒരു സേഫ്റ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എത്ര അധികം ചിന്തിച്ച് കൂട്ടുന്നോ അത്ര അധികം ക്ലാരിറ്റി കിട്ടുമല്ലോ, അത്രയധികം നമ്മൾ സേഫ് ആയിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നത്. അപ്പോൾ ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺഷ്യസ് ആയിട്ടുള്ള ചില എഫേർട്ടുകൾ എടുക്കാം. ഇനി ഇതിന് നമുക്ക് ഒറ്റയ്ക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് പേര് ഈ ഓവർ തിങ്കിങ് ഭയങ്കര എക്സ്ട്രീമായിട്ട് സഫർ ചെയ്യുന്ന ആളുകളുണ്ട്. അതിന് പല റീസൺസും ഉണ്ടാവാം. നമ്മുടെ പാസ്റ്റിലെ ട്രോമാസ് ഉണ്ടാവാം, ബയോളജിക്കൽ റീസൺസ് ഉണ്ടാവാം. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ പറയാം, അത് നീ ചുമ്മാ ഓവർ തിങ്ക് ചെയ്യുന്നതിട്ടാ, അതിങ്ങനെ ആലോചിക്കാതിരുന്നാൽ പോരെ എന്ന് ചോദിക്കും. പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഡിഫിക്കൽട്ടിയും മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതാണ് ഏറ്റവും ഐഡിയലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം ഇതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ടൂൾസും ടെക്നിക്സും ഒക്കെ അവർക്ക് തന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ അണ്ടർലൈങ് ആയിട്ടുള്ള എന്തെങ്കിലും റീസൺസ് ഉണ്ടോ, നമ്മൾ പുറമേ കാണുന്നത് മാത്രമല്ലാത്ത എന്തെങ്കിലും റീസൺസ് ഉണ്ടോ എങ്കിൽ അതും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഇപ്പോൾ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെയും വളരെ സിമ്പിളായിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ തന്നെയാണ്. നമുക്ക് ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് വരാം, നമുക്ക് ആ തോട്ട്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ള പോലെ നമുക്ക് ഈ വരുന്ന തോട്ട്സിനെ നമ്മൾ ജേർണൽ ചെയ്യുന്നതും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ജേർണലിങ് നമുക്ക് നല്ല ക്ലാരിറ്റി തരും നമ്മുടെ ബ്രെയിനിന്. അപ്പം അതും ട്രൈ ചെയ്യാവുന്നതാണ്. യെസ്, അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫെർദർ കാര്യങ്ങൾ നമുക്കിനി വീഡിയോസിലൂടെ ഷെയർ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് മീ. അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, അതല്ല ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഓവർ തിങ്കിങ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ വി ഹാവ് എ സെറ്റിംഗ്. നിങ്ങൾക്ക് അറിയുന്നത് പോലെ ബിക്കമിങ് വെൽനെസ് എന്ന് പറയുന്ന നമ്മുടെ തന്നെ ഒരു വെൽനെസ് പ്ലാറ്റ്ഫോം ഉണ്ട്. ദർ യു ക്യാൻ ഫൈൻഡ് തെറപ്പിസ്റ്റ്, കോച്ചസ്, സൈക്യാട്രിസ്റ്റ് ഒക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ വി ആർ റെഡി ടു ഹെൽപ്പ് യു. താങ്ക് യു സോ മച്ച്.